അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക് എന്നുള്ള പോർഷൻ ആണ്. അതിൽ ആദ്യം കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം. നമ്മുടെ പ്രധാനമായിട്ട് ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ വർക്ക്, അതേപോലെ ടൈം, എഫിഷ്യൻസി, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് എന്താണെന്നുള്ളൊരു ചെറിയൊരു അവയർ നമുക്ക് വേണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആള് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്ര വർക്ക് ചെയ്യും എന്നുള്ളതാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾ കൂടുതൽ എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ വർക്ക് ചെയ്യും. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ദിവസം ഒരു 3 മരം മുറിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 10 ദിവസം കൊണ്ട് 30 മരം മുറിക്കാൻ പറ്റും. വേറൊരാള് ഒരു ദിവസം കൊണ്ട് 2 മരമാണ് മുറിക്കുക എന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് 20 മുറിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരാൾ എത്രത്തോളം എഫിഷ്യന്റ് ആണോ അത്രത്തോളം കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും അയാൾക്ക്. ഇതിലിപ്പം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് ഒരു സമയം എത്ര എഫിഷ്യന്റ് ആണോ ആ എഫിഷ്യൻസി കൊണ്ട് എത്ര ദിവസം വർക്ക് എടുത്തു എന്ന് പറയുന്നുണ്ടോ അത് ഗുണിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് അയാൾ ടോട്ടൽ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് ഇല്ലാതെ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് കൂടുതലായിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ 99% ക്വസ്റ്റ്യൻസിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ 2 ടൈം വന്നിട്ടുണ്ടാവും. ആ ടൈമിന്റെ LCM കണ്ടിട്ട് നമ്മൾ വർക്ക് കണ്ടുപിടിക്കും. വർക്ക് കണ്ടുപിടിച്ചിട്ട് LCM തന്നിരിക്കുന്ന സമയവും വർക്കും തമ്മിലുള്ള ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, എഫിഷ്യൻസി കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മൾ പോവുക. മറ്റേത് നോർമലി നമ്മൾ കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്തിട്ട് ചെയ്യുന്ന നോർമൽ മെത്തേഡാണ്. നമുക്കിതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ടാസ്ക് ഇവിടുത്തെ. അപ്പൊ നമ്മളിത് രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് വർക്ക് എന്ന് പറഞ്ഞത് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവും. ആ സമയങ്ങളുടെ LCM കണ്ടിട്ട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് പറയാം. അതാ പറ്റിയ നല്ലത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ എന്ന് പറഞ്ഞ വ്യക്തി 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. ബി എന്ന് പറഞ്ഞ വ്യക്തി 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. അതേ ജോലി ചെയ്തു തീർക്കും. അത് എക്ക് ആ ജോലി ചെയ്യാൻ 10 ദിവസം മതി. ബി ഒറ്റയ്ക്കാണ് ആ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 15 ദിവസം എടുക്കും. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു വീട് പെയിന്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വീട് പെയിന്റ് അടിക്കുക എന്ന് വെച്ചാൽ എ ഒറ്റയ്ക്ക് ആ വീട് പെയിന്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ 10 ദിവസം എടുക്കും. 10 ദിവസം കൊണ്ട് തീർത്ത് കൊടുക്കും ആ ഫുള്ള് പെയിന്റ് അടിച്ചിട്ട്. അത് ബി ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ 15 ദിവസം എടുക്കും അത് പെയിന്റ് അടിച്ചിട്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവർ രണ്ടുപേരും ചെയ്യുമ്പോൾ ഒരു വീടാണല്ലോ പെയിന്റ് അടിക്കുന്നത്. അപ്പോൾ എ ഒരു റൂം പെയിന്റ് അടിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ ബിക്ക് ഡ്യൂട്ടി ചെയ്യണ്ടല്ലോ, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യണ്ടല്ലോ. അപ്പം ഒരാൾ ചെയ്ത വർക്ക് വേറെ ആൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും. അപ്പം ഇവിടെ നമ്മൾ എ 10 ദിവസം, ബി 15 ദിവസം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്താണ് കാണും. വർക്ക് കാണുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM കാണണം. LCM കാണാൻ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഷോർട്ട് കട്ട് ആയിട്ട് പഠിച്ചത് എന്താ വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് എടുത്തിട്ട് അതിൽ ചെറിയ സംഖ്യകൾ ഡിവിസിബിൾ ആണോ നോക്കുക. അപ്പൊ ഇവിടെ 15 വലിയ സംഖ്യ. അപ്പൊ ഈ 15 10 ഡിവിസിബിൾ ആണോ നോക്കി നമുക്ക് അറിയാം, അല്ല, പോകൂല. അപ്പൊ 15 അല്ലെങ്കിൽ ആ വലിയ സംഖ്യയുടെ തൊട്ട് നേരെയുള്ള അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. അതായത് 15 കഴിഞ്ഞാൽ 15 അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞത് 30 30 എടുത്തു കഴിഞ്ഞാൽ 30 15 എന്തായാലും പോവും, 10 3 പ്രാവശ്യം പോവും. അപ്പം നമ്മൾ LCM കിട്ടി, നമുക്ക് എൻ്റെയും ബിന്റെയും LCM കിട്ടി. അപ്പൊ 15 30 ആവണമെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 30 ആവണമെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ കിട്ടിയ സാധനം ഉണ്ടല്ലോ, ഈ LCM എന്ന് പറഞ്ഞ് കിട്ടിയതാണ് ഇവിടുത്തെ വർക്ക്, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പൊ കിട്ടിയ 3ഉം അതേപോലെ 2ഉം ഉണ്ടല്ലോ,
ഇതാണ് ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു ടോട്ടൽ സമയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. എത്ര സമയം വേണമെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞത് 30ഉം ടോട്ടൽ എഫിഷ്യൻസി രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ എത്ര സമയം എന്നാണ് ചോദിച്ചത്. അപ്പൊ എയും ബിയും കൂടി ചെയ്യുമ്പോൾ എയുടെ 3 എഫിഷ്യൻസിയും ബിന്റെ 2 എഫിഷ്യൻസിയും, അതായത് എ ഒരു ദിവസം 3 റൂം പെയിന്റ് അടിക്കും, ബി 2 റൂമാ പെയിന്റ് അടിക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം 3 3ഉം 2ഉം 5 റൂം അവർ പെയിന്റ് അടിക്കും. 5 റൂം അവർ പെയിന്റ് അടിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ആൻസർ കിട്ടും. 30 ഡിവൈഡ് ബൈ 5 6 ആൻസർ കിട്ടും. ഇനി നിങ്ങൾ ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ എന്ന് പറയണേ, നമുക്ക് ഒന്നും കൂടി ചെയ്യണം. ഓക്കെ, ഇവിടെ എ 10 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത്, ബി 15 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ന്റെയും 15ന്റെയും LCM നമ്മൾ കാണണം, അപ്പോഴാണ് നമുക്ക് വർക്ക് കിട്ടുക. അതായത് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM ഓഫ് ദി ടൈം, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സമയങ്ങളുടെ LCM ആണ് എന്ത് വർക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ വർക്ക് കണ്ടുപിടിച്ചു പറഞ്ഞാൽ LCM കണ്ടുപിടിക്കാം. 15ൽ 10 പോകൂല. LCM കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ മുമ്പ് പഠിച്ചതായിരുന്നു. അപ്പൊ 15ൽ 10 പോകൂല. 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുന്നു 30. 30ൽ 10 3 പ്രാവശ്യം പോകും. അപ്പൊ 30 ഇതിന്റെ LCM, അതായത് വർക്ക്. 15നെ 2 ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. 10നെ 3 ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 30, അല്ലെങ്കിൽ 10 30 ആവണമെന്നുണ്ടെങ്കിൽ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15 30 ആവണമെന്നുണ്ടെങ്കിൽ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എഫിഷ്യൻസി കിട്ടി. അതായത് ആദ്യം കിട്ടിയ 30 എന്ന് പറഞ്ഞത് വർക്കും, പിന്നെ കിട്ടിയ 3ഉം അതേപോലെ 2 എന്ന് പറഞ്ഞത് എഫിഷ്യൻസിയാണ് ഇവരുടെ. അതായത് ഇവർ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോ മിനിറ്റ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡേയ്സ് ആണ്. അപ്പൊ നമ്മൾ ഇത് ഡേയ്സിക്ക് ഡേയ്സിക്ക് ആക്കിയിട്ട് പറയണം. അതായത് 3 ദിവസം, അതായത് ഒരു ദിവസം 3 റൂം പെയിന്റ് അടിക്കും. ബി ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 റൂം പെയിന്റ് അടിക്കും. അപ്പൊ ടോട്ടലി 2 പേരും കൂടി ഒരു ദിവസം 5 റൂം പെയിന്റ് അടിക്കും. അപ്പം 30 റൂമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 റൂമാണ് ടോട്ടൽ പെയിന്റ് അടിക്കാനുള്ള വർക്ക് ഉള്ളത്. അതിൽ ഒരു ദിവസം ഇവർ 2 പേരും കൂടിയും 5 റൂം പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ 6 ദിവസം കൊണ്ട് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആവും. അതിന്റെ ആൻസർ 6 ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞത് രവി 30 മണിക്കൂറുകൾ കൊണ്ട്, ഹവേഴ്സിന് 30 മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് ചെയ്തു തീർക്കും. ഹുദ 20 മണിക്കൂർ എടുത്തിട്ടാണ് അതേ വർക്ക് ചെയ്യുക. അതായത് രവി 30 മണിക്കൂർ എടുക്കും ഒരു എന്താ പറയാ ഒരു മരം മുറിക്കാൻ, അല്ലെങ്കിൽ 30 മണിക്കൂർ കൊണ്ട് ഒരു 30 മരം മുറിക്കുന്ന വെക്കുക. ഹുദ അത്രപോലും മരം മുറിക്കാൻ 20 മണിക്കൂർ എടുക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ 2 പേരും കൂടിയും അത് മുറിക്കാൻ, എത്ര മരങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്ന. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 60 മരങ്ങളുണ്ട്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബാഗ് ഉണ്ടാക്കുന്ന ജോലിയാണ് ഇവർക്ക് 2 പേർക്ക്, ബാഗ്. അപ്പോ 60 ബാഗ് ഉണ്ടാക്കണം. രവി 60 ബാഗ് ഉണ്ടാക്കാൻ 30 മണിക്കൂർ വേണമെന്ന് പറഞ്ഞു. ഹുദ പറഞ്ഞു ഹുദക്ക് 20 മണിക്കൂർ മതി ഈ 60 ബാഗുകൾ ഉണ്ടാക്കാൻ. അങ്ങനെ ഇവർ 2 പേരും കൂടി ജോലി ഏൽപ്പിച്ചു. അപ്പൊ ഈ 2 പേരും കൂടി ഇതേ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേഹ ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ. നേഹ ഭയങ്കര സ്പീഡാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇത് ചെയ്തു നോക്കാം, ബാക്കി കിട്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ രവിയും ഹൂദിയും കൂടിയും 60 ബാഗുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര സമയം കൊണ്ട് തീരുമെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കണം. 30 20, രവിക്ക് 30 മണിക്കൂർ വേണം, ഹുദക്ക് 20 മണിക്കൂർ വേണം.
ഇവർ രണ്ടുപേരും വർക്ക് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു വർക്ക് കണ്ടുപിടിക്കാൻ LCM കണ്ടുപിടിച്ചാൽ മതി. തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ തന്നിട്ടുള്ളത് 30 വലിയ സംഖ്യ. 30ൽ 20 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 30ന്റെ അടുത്ത മൾട്ടിപ്പിൾ 60. 60ൽ 20 പോവും, 3 പ്രാവശ്യം പോവും. അപ്പൊ 60. 30 60 ആവണമെന്നുണ്ടെങ്കിൽ 30നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20 60 ആവണമെന്നുണ്ടെങ്കിൽ 20നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എഫിഷ്യൻസിയും കിട്ടി. ഇനി നമുക്ക് വർക്ക് കിട്ടി 60, എഫിഷ്യൻസി കിട്ടി എത്ര? 2. അതായത് രവി 2 ബാഗാണ് 1 മണിക്കൂറിൽ ഉണ്ടാക്കുക. സുധ 3 ബാഗ് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടിയും 1 മണിക്കൂറിൽ എത്ര ബാഗ് ഉണ്ടാക്കും? 5 ബാഗ് ഉണ്ടാക്കും. അപ്പൊ 5 ബാഗ് 1 മണിക്കൂറിൽ ഉണ്ടാക്കും. എന്നുവെച്ചാൽ 60 ബാഗ് ഉണ്ടാക്കാൻ ഇവർക്ക് എത്ര സമയം വേണ്ടി വരും? 12 മണിക്കൂർ മതിയാവും. 60നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 12 കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് ഒരു സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു 30 സെക്കൻഡ് കൊണ്ട് ആരൊക്കെ ചെയ്യും നോക്കാം. നമുക്ക് ടൈം കൊടുക്കാം 30 സെക്കൻഡ്. ആൻസർ കമന്റ് ചെയ്യണേ. എനിക്ക് ആൻസർ കിട്ടിയില്ലേ? ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ? സ്നേഹ കമന്റ് ചെയ്തിട്ടുണ്ട്. ശരി ഉത്തരം തന്നെയാണ്. 4 ആൻസർ. നമുക്കത് ചെയ്തു നോക്കാം. എന്തായാലും കിട്ടാത്തവരുണ്ടാവും. നമ്മൾ അവരും കൂടി ഒപ്പം കൊണ്ടുപോകണല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സ് 6 മിനിറ്റ് കൊണ്ട് ഒരു ജോലി ചെയ്യും, വൈ അതേ ജോലി 12 മിനിറ്റ് കൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ എക്സും വൈയും കൂടിയും അതേ ജോലി ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും കൂടി ഒന്നിച്ചാ ജോലി ചെയ്യാച്ചാൽ എത്ര സമയം കൊണ്ട് തീർക്കും എന്ന് നോക്കാം. അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞെന്ത്, തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM കാണാൻ. ഇവിടെ എക്സ് 6 മിനിറ്റും വൈ 12 മിനിറ്റും. ഇവരുടെ തമ്മിലുള്ള LCM എന്ന് പറയുമ്പോൾ 12ൽ 6 ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടെത്താൻ അറിയാലോ, അല്ലെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ. അപ്പോൾ 12 ഇവിടുത്തെ LCM കിട്ടി. 12 ആക്കാൻ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6നെ 12ക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി. എഫിഷ്യൻസി എന്താണ്? രണ്ടുപേരുടെയും എക്സിൻ്റെത് 2ഉം വൈൻ്റെത് 1ഉം. അപ്പൊ 2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി 3 കിട്ടി. ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാണ്? 12 ആണ്. അതായത് ടൈം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചെയ്യുന്ന സമയം കണ്ടുപിടിക്കാൻ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 12/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആൻസർ. ഡിവൈഡ് ചെയ്ത് നോക്കട്ടോ, 4 ആൻസർ. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 30 സെക്കൻഡോട് പറയാൻ നോക്കാം. ആൻസർ കമന്റ് ചെയ്യണേ. ക്വസ്റ്റ്യന് ആൻസർ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കേ. ചെറിയൊരു മിസ്റ്റേക്ക് ആൻസറിൽ കാണുന്നുണ്ട്. നമ്മൾ ചെയ്തു നോക്കാം. ഇനി ആരെങ്കിലും ടൈം വേണോ ആർക്കെങ്കിലും? ഓക്കെ, എന്നാൽ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. കമന്റ് ചെയ്തില്ലല്ലോ. ഓക്കെ, കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്.
ആൻസർ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നോർമൽ ഒരു കറക്റ്റ് റൗണ്ടഡ് ഫിഗർ അല്ല വരിക. ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം. അത് നമുക്കൊന്നുകൂടി ക്ലിയർ ചെയ്യാം എന്തായാലും. 20/9 ആണോ? ആ ഓക്കെ, 20/9 ഒന്നും കൂടിയും അത് ഇതാവും. ഓക്കെ, അതും ആൻസർ തന്നെയാണ്. അതിന് ഒന്നുകൂടെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും നമുക്ക്. നമുക്ക് ചെയ്തു നോക്കാം എന്തായാലും. താങ്ക് യു. അപ്പൊ എല്ലാവരും മനസ്സിലാവുന്നുണ്ട് ചെയ്യുന്നത്? ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ചെയ്തു നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പീക്ക് 4 ദിവസം വേണം ഒരു ജോലി ചെയ്തു തീർക്കാൻ. ക്യൂ ആണെന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ടേ ആ ജോലി ചെയ്തു തീർക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പേരും കൂടി ആ ജോലി ഏൽപ്പിച്ചു. അപ്പൊ എത്ര ദിവസം കൊണ്ട് അവർ തീർക്കുമെന്ന് നോക്കാം. പി 4 ദിവസം, ക്യൂ 5 ദിവസം. രണ്ടുപേരുടെയും LCM നമ്മൾ കാണണം. LCM കാണാൻ നമ്മൾ പഠിച്ച് വലിയ സംഖ്യയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് നോക്കുക. 5-ൽ 4 പോവില്ല, 10-ലും 4 പോവില്ല, ഈ 15-ൽ പോവില്ല, പിന്നെ 20-ൽ പോകും. 5 20 ആവണമെന്നുണ്ടെങ്കിൽ 4 8 മൾട്ടിപ്ലൈ ചെയ്യണം. 4 20 ആവണമെങ്കിൽ 5 8 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ വർക്ക് നമുക്ക് കിട്ടിയത് 20 ആദ്യം കിട്ടി. എഫിഷ്യൻസി ഇവിടെ കിട്ടിയിട്ടുണ്ട് 5ഉം 4ഉം. അപ്പൊ 20, അതായത് വർക്ക് ബൈ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 20/9. പക്ഷെ ചോദ്യത്തില് ആൻസർ അല്ലെങ്കിൽ ഓപ്ഷനിലെ ആൻസർ ആയിട്ട് കാണിക്കുന്നുണ്ടാവുക ഇങ്ങനത്തെ ഒരു എമൗണ്ട് ആവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ മിക്കവാറും പേരിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാവും കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതാക്കാം. എങ്ങനെയാ വെച്ചാല് നമ്മൾ സാധാ മാതിരി ഒന്ന് ഇങ്ങനെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആൻസർ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 20 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 9 2 വട്ടം 18 2 ശിഷ്ടം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത മേലത്തെ 2 എടുത്തിട്ട് ആദ്യം വലുതാക്കി എഴുതുക, പിന്നെ അടിയത്തെ 2 മേലെ എഴുതുക, ഡിവൈഡ് ബൈ ഈ 9. അതായത് നേഹ പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആണ്, 2/9. അങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാവും ആൻസർ വരിക. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് 2/9. അതാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകും. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ടഫ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും. കാരണം ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴേ. ഇതിൽ പറഞ്ഞ എക്സ് 10 മണിക്കൂർ എടുക്കും ഒരു ജോലി ചെയ്യാൻ. ഇത് ചെയ്തു നോക്കി, നിങ്ങൾ ഇതുവരെ ചെയ്തു വെച്ചിട്ട് ചെയ്തു നോക്കി. ഒരു 30 സെക്കൻഡ് സമയം തരാം, നമുക്ക് ചെയ്തു നോക്കാം. ആൻസർ കമന്റ് ചെയ്യണേ. ആൻസർ കിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. എക്സാക്ട്ലി. നേഹ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നേഹ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അല്ല, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ 3 ആൾക്കാർ തന്നിട്ടുണ്ട്, 3 സമയങ്ങൾ തന്നിട്ടുണ്ട്. അതായത് എക്സ് 10 മണിക്കൂർ എടുക്കും, വൈ അതേ ജോലി ചെയ്യാൻ 15 മണിക്കൂർ എടുക്കും, സെഡ് അതേ ജോലി ചെയ്യാൻ 30 മണിക്കൂർ എടുക്കും. അപ്പൊ എക്സ് വൈ സെഡ്, എക്സിന് 10 മണിക്കൂർ മതി, വൈക്ക് 15 മണിക്കൂർ വേണം, സെഡിന് 30 മണിക്കൂർ വേണം. അപ്പൊ ഇവര് 3 ആളെയും വർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം നമുക്കിവിടെ ചോദ്യം എന്താ, 3 പേരും കൂടി ചെയ്യുമ്പോൾ
എത്ര സമയം എടുക്കും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എത്ര ജോലി ഉണ്ടെന്ന് അറിയണം. എത്ര ജോലി ഉണ്ട് അറിഞ്ഞാൽ മാത്രം പോരാ, ആ ജോലി ഇവര് എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് തീർക്കുന്നതെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമേ, ഒരു ജോലി എത്ര എഫിഷ്യന്റ് ആയിട്ട് തീർക്കുന്നോ അത്രയും പെട്ടെന്ന് തീരും. എത്ര എഫിഷ്യൻസി കുറഞ്ഞിട്ടാണ് തീർക്കുന്നത് അത്രയും സമയം എടുക്കും. അപ്പം വർക്ക് അറിയണം, എഫിഷ്യൻസിയും അറിയണം. അപ്പൊ നമ്മൾ വർക്ക് കണ്ടുപിടിക്കാൻ പോകാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കാണുക, LCM കണ്ടിട്ട് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM കാണാം, LCM കണ്ടിട്ട് എഫിഷ്യൻസി വർക്ക് കിട്ടും, വർക്ക് കിട്ടിയിട്ട് പിന്നെ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. ഇവിടുത്തെ LCM എന്ന് പറഞ്ഞത് ഇവിടുത്തെ വലിയ സംഖ്യ 30ആണ്. 30ൽ 15 ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പൊ 30ആണ് ഇവിടുത്തെ LCM. വേറെ സംശയം ഒന്നും വേണ്ട, 30 കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, 30ആണ്. 30നെ 30 ആക്കാൻ നമ്മൾ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15നെ 30 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10നെ 30 ആക്കാൻ നമുക്കറിയാം 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വർക്ക് കിട്ടിയ എത്ര? 30 ഡിവൈഡ് ബൈ എഫിഷ്യൻസി എത്ര? എക്സിന്റെ എഫിഷ്യൻസി 3ഉം വൈൻ്റെത് 2ഉം സെറ്റിൻ്റെത് 1ഉം. ഇവര് 3ഉം കൂടി ചെയ്യുമ്പോൾ 3ഉം 2ഉം 5ഉം 1ഉം 6 എഫിഷ്യൻസി ഉണ്ട്. അതായത് ഇവര് 6 മരങ്ങള് ഒരേ സമയം മുറിക്കും. അപ്പൊ 30 മരം മുറിക്കാൻ വെറും 5 മണിക്കൂർ മതി. ഓക്കെ, 5ആണ് ആൻസർ. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ട്വിസ്റ്റഡ് ആണ്, ഇതൊന്ന് ചെയ്തു നോക്കൂ. നമുക്ക് ആ സമയത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ലെങ്കിൽ പേടിക്കണ്ട, പ്രാക്ടീസ് ചെയ്ത് റെഡിയാവും. ഒറ്റയടിക്കൊന്നും നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂല. പക്ഷെ ഗ്രാജുവലി നമ്മൾ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇംപ്രൂവൈസ് ആവും. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ, ചെറിയ ട്വിസ്റ്റ് ആണ്. ഓക്കെ, ചെയ്തു നോക്കിയോ? സമയം കുറച്ച് കുറവായതുകൊണ്ട് ആൻസർ കറക്റ്റ് ആട്ടോ, 20 കറക്റ്റ് ആണ്. നമ്മളൊന്ന് ചെയ്തോ എന്തായാലും. ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 30 ദിവസമാണ്. അതേ ജോലി എയും ബിയും കൂടി ചെയ്യുമ്പോൾ 12 ദിവസം കൊണ്ട് തീരുന്നുണ്ട്. ഇവിടെ ചോദ്യം എന്താ വെച്ചാല് ബിന്റെ എഫിഷ്യൻസി ആണ് ചോദ്യം. ബി എത്ര സമയം കൊണ്ടാണ് ഈ ജോലി ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. അപ്പൊ നമ്മള് ആദ്യം എയും ബിന്റെയും ഇവിടെ 2 സമയങ്ങൾ തന്നിട്ടുണ്ട്. എന്റെയും ബിന്റെ അല്ല, എയും പിന്നെ എന്റെയും ബിന്റെയും കൂടിയുള്ള സമയം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ LCM വേണം, എന്നാലും നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എത്ര ജോലി ഉണ്ടെന്ന് കണ്ടുപിടിക്കണല്ലോ ആദ്യം. നല്ല എഫിഷ്യൻസിയും പിന്നെ എഫിഷ്യൻസി വെച്ചിട്ട് എത്ര സമയം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ LCM വേണം. 30ൽ 12 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 30 ഇവിടുത്തെ വലിയ സംഖ്യ, പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ നേരെ അടുത്ത മൾട്ടിപ്പിൾ 60. 60ൽ 12 പറ്റും, കാരണം 5 12 ആണ് എന്ത് 60. 5 12 ആണ് 60. അതേപോലെ തന്നെ 2 30 ആണ് 60. അതായത് 30നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 കിട്ടും. 12നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 കിട്ടും. അപ്പൊ ഇവിടുത്തെ വർക്ക് 60ഉം എഫിഷ്യൻസി 2ഉം 5ഉം കിട്ടിയിട്ടുണ്ട്. വർക്ക് നമുക്ക് കിട്ടി എത്ര? 60. ഇനി എഫിഷ്യൻസി ആണ് വേണ്ടത്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്റെ എഫിഷ്യൻസി 2 പറഞ്ഞിട്ടുണ്ട്. എന്റെ എഫിഷ്യൻസി 2 ആണ്. ഇവിടെ എന്റെയും ബിന്റെയും കൂടി എന്താണ്? 5 ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാ വെച്ചാല്, എന്റെ കയ്യിൽ 2 മുട്ടായി ഉണ്ട്, എന്റെയും ബിന്റെയും കൂടി കയ്യിൽ 5 മുട്ടായി ഉണ്ട് പറയുമ്പോ അതില് എന്റെ കയ്യിലുള്ള 2 മുട്ടായും പെടുമല്ലോ. അപ്പൊ നമ്മള് ബിന്റെ കയ്യിൽ മാത്രമുള്ള മുട്ടായി അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
എന്റെ കയ്യിലുള്ള 2 മുട്ടായി കൊണ്ട് കുറച്ചാ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിൽ 5 പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ 2 ഇവിടെ കുറച്ച് കഴിഞ്ഞാല് നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 3. ആ 3 ശരിക്ക് ബീന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. അതായത് ഇതിന്ന് 5ന്ന് 2 കുറക്കുമ്പോൾ ഒരു 3 കിട്ടും. ആ 3 ബീന്റെ എഫിഷ്യൻസി. അപ്പൊ ബി എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും അറിയണമെന്നുണ്ടെങ്കിൽ ബീന്റെ എഫിഷ്യൻസി വെച്ചിട്ട് ടോട്ടൽ വർക്ക് ആയിട്ടുള്ള 60നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 ആൻസർ കിട്ടും. ഞങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊന്നുകൂടി ചെയ്യണോ? എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? കാരണം ഇതിൽ ചെറിയ ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെയും ബീന്റെയും കൂടി എഫിഷ്യൻസി വന്നിരുന്ന് എന്റെ എഫിഷ്യൻസി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീന്റെ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, നമുക്കൊരു പണി, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കൂ. അല്ല വേണ്ട, നമുക്കിത് ഞാൻ ചെയ്യാം. കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും. ഓക്കെ ഓക്കെ, ആ കറക്റ്റ് ആണ്. 6 ആൻസർ കറക്റ്റ് ആണ്. ഇതിന് ചെയ്യണോ? ഇത് വേഗം ചെയ്യാം, സ്പീഡിൽ ചെയ്യാം. ഇനി കുറച്ച് ട്വിസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, എക്സ് പ്ലസ് വൈ, എക്സും വൈയും കൂടി ഒരു ജോലി 4 അവർ കൊണ്ട് തീർക്കും. എക്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് 12 അവർ വേണം ആ ജോലി തീരണമെന്നുണ്ടെങ്കിൽ. എക്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ 12 അവർ വേണം. അങ്ങനെ വെച്ചാൽ വൈ ആ ജോലി തീർക്കാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ LCM വേണം അറിയുമ്പോൾ വലിയ സംഖ്യ 12 12ൽ 4 ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 12 LCM. 12നെ 12 ആക്കണം എന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. അതായത് അപ്പം 12നെ 12 ആക്കാൻ 1 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4നെ 12 ആക്കാൻ 3 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ജോബ് എന്ന് പറഞ്ഞത് 12 കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞ സാധനം വർക്ക് 12 കിട്ടിയിട്ടുണ്ട്. ഇനി വൈന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. വൈന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എക്സിന്റെ എഫിഷ്യൻസി എക്സ് പ്ലസ് എക്സിന്റെയും വൈന്റെ എഫിഷ്യൻസിന്ന് കുറച്ചാൽ മതി. എക്സിന്റെയും വൈന്റെ എഫിഷ്യൻസിന്ന് ഇവിടെ എക്സിന്റെയും വൈന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് 3. എക്സിന്റെ എഫിഷ്യൻസി മാത്രം 1 ഉള്ളൂ. അപ്പം ഈ 1 ഈ 3ന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. അതാണ് വൈന്റെ എഫിഷ്യൻസി. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ആൻസർ 6 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സെയിം ക്വസ്റ്റ്യൻ എന്താണ്, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഒന്ന് ചെയ്ത് നോക്കും 20 സെക്കൻഡ്സിൽ. ഹിബക്ക് 12 ദിവസം ജോലി ചെയ്യാൻ, ഹിബിയും സനയും കൂടിയും ഒരു ജോലി ചെയ്യാനുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് തീരും. അങ്ങനെയാണെങ്കിൽ സന്റെ എഫിഷ്യൻസി എത്ര? സന ആ ജോലി ഒറ്റയ്ക്ക് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് തീരും? ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, 24 ആൻസർ റൈറ്റ് ആൻസർ ആട്ടോ. നമുക്ക് ഇനി ഒരു കുറച്ചൊരു ട്വിസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോയാലോ? ഇത് വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല.
ഇത് സെയിം ആസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ഓക്കെ, ഓക്കെ. 20 സെക്കൻഡിലൊക്കെ റിപ്ലൈ വരുന്നുണ്ടല്ലോ, ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അടിപൊളിയാണല്ലോ. ഓക്കെ, എന്നാ നമുക്കിത് ചെയ്ത് നോക്കാം. എയും ബിയും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. ബിയും സിയും കൂടിയും അതേ ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. സിയും എയും കൂടിയും അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും. ഇതില് ചോദ്യം എന്താ വെച്ചാല് എയും ബിയും സിയും കൂടി മാത്രം ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ, റൈറ്റ് ആൻസർ നേഹ കെ നാസർ. നേഹ കെ നാസർ ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്തു നോക്കാം. റോങ് ആൻസർ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അതാകുമ്പോ അവർക്കും കൂടി ക്ലിയർ ആക്കണ്ടേ. എയും ബിയും കൂടി 12ഉം ബിയും സിയും കൂടിയും 15ഉം സിയും എയും കൂടി 20ഉം. നമുക്ക് ഇവിടെ ഓരോരുത്തർ ചെയ്യുന്ന സമയം തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ടൈം വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ വർക്ക് പറഞ്ഞാൽ 20, വലിയ സംഖ്യ 20 അല്ലേ. 20ന്റെ LCM 20ൽ 15ഉം 12ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 15 പോകില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് 40ആണ്. 40നും 15 പോകില്ല. പിന്നെ 40 കഴിഞ്ഞ 60ആണ് അടുത്ത മൾട്ടിപ്പിള്. അതിൽ 15 പോവും. അപ്പൊ ഇനി 12 പോകും നോക്കണം. 60ൽ 12, 5, 12, 60. 60 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 60ൽ 12 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 60ആണ് LCM കിട്ടി. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 20നെ 60 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഓരോരുത്തരുടെ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട്. അതായത് എന്റെയും ബിന്റെയും കൂടിയും 5ഉം ബിന്റെയും സിന്റെയും കൂടിയും 4ഉം സിയും എയും കൂടി ചെയ്യുമ്പോൾ 3ഉം കിട്ടും. ഇതാണ് ഇവരുടെ എഫിഷ്യൻസി. ഇതിപ്പോ 2 എന്റെയും 2 ബിയുടെയും 2 സിയുടെയും കൂടി എഫിഷ്യൻസിയാണ് ഈ തന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെയും ഒരു ബി ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്. അപ്പൊ 2 എ 2 ബി ഉണ്ട്, 2 സി ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞത് മൊത്തം 2 എന്റെയും 2 സിന്റെയും എഫിഷ്യൻസിയാണ്. അപ്പം നമുക്ക് ഓരോരുത്തരുടെ വേണ്ടത്. ഓരോരുത്തരുടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എഫിഷ്യൻസിനെ പകുതിയാക്കി കാണും. അതായത് ഇവര് എല്ലാരും കൂടി ചെയ്യുന്നതെന്ന് പറഞ്ഞത് 5ഉം 4ഉം 9ഉം 3ഉം 12ആണ്. അപ്പൊ 12 ഡിവൈഡ് ബൈ 2, അതായത് 6ആണ് ഇവരുടെ ഓരോരുത്തരുടെ എഫിഷ്യൻസി. അതായത് എന്റെയും ബിന്റെയും സിന്റെയും കൂടി എഫിഷ്യൻസി. മറ്റേത് 2 എന്റെയും 2 ബിന്റെയും 2 സിന്റെ എഫിഷ്യൻസിയാണ് 12. ഒരു ആന്റെയും ഒരു ബിന്റെയും ഒരു സിന്റെ എഫിഷ്യൻസി ആയിട്ട് 6 കിട്ടി.
നമുക്ക് ടോട്ടൽ വർക്ക് 60 കിട്ടിയിരുന്നു. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് 10 ആവും വരിക. അതായത് 10 ദിവസം വേണ്ടി വരും ഇവർ 3 പേരും കൂടി വർക്ക് ചെയ്യുമ്പോൾ. ഇനി ഇതിനൊന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് പറയാം. അതായത് എയും ബിയും കൂടിയും ഒരു വർക്ക് ചെയ്യാൻ 12 ദിവസം, ബിയും സിയും കൂടി അതേ വർക്ക് ചെയ്യാൻ 15 ദിവസം, സിയും എയും കൂടിയും ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസം, സെയിം വർക്ക് ചെയ്യാൻ 20 ദിവസം. ഓക്കെ, ഇനി ഇതിന്റെ വർക്ക് ടോട്ടൽ വർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? LCM ആണ്. LCM നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 60. അപ്പൊ നമുക്ക് 60 വർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എഫിഷ്യൻസി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെയാണ്. അപ്പം ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 4 കൊണ്ടും ഇവിടെ 5 കൊണ്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? ഇവിടെ വർക്ക് 60 ആണെന്നുള്ളത് കിട്ടി, എഫിഷ്യൻസി 5ഉം 4ഉം 3ഉം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്താൽ നമുക്ക് 12 എഫിഷ്യൻസി കിട്ടും. ഈ 12 എഫിഷ്യൻസി എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? 2 ആന്റിയും 2 ബിന്റെയും 2 സിന്റെയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇവിടെ ഇൻറ്റു 2 കൊടുക്കുക. അപ്പൊ എന്തായി? ഇനി ഒന്ന് ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60/12 ഇൻറ്റു 2. 60/12 എന്താ? 5. 5 ഇൻറ്റു 2 ആൻസർ 10 കിട്ടും. മറ്റേത് നേരത്തെ നമ്മൾ ചെയ്തു വന്നപ്പോ എ 2 ഉണ്ട്, ബി 2 ഉണ്ട്, സി 2 ഉണ്ട്. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് 2 എടുത്തിട്ട് 2 ഇൻറ്റു ബ്രാക്കറ്റിൽ എ പ്ലസ് ബി പ്ലസ് സി, എന്നിട്ട് ആ ബ്രാക്കറ്റ് അത് എന്താ പറയാ 6 ഇൻറ്റു 2 വെട്ടി. അപ്പൊ അങ്ങനെ കുറെ സമയം പോകും. ഇതാവുമ്പോ ഇതേപോലെ 2 വെച്ചിട്ട് എഫിഷ്യൻസി വരുമ്പോൾ 2 എയും 2 ബിയും 2 സി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഉത്തരത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എഫിഷ്യൻസി 12 കിട്ടുമ്പോൾ 60 അരിച്ചു വരുമ്പോൾ 5 ആവും വരിക. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ 2, അത്ര വ്യത്യാസമുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. നമ്മളിവിടെ നോട്ട് എന്നുള്ള രീതി ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്തു നോക്കൂ. നേരത്തെ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിയർ ആയി. Yeah, exactly. 8 is the right answer. Okay, good. ഇനി സമയമാണ് ചെയ്യാൻ. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കാം, നമുക്ക് അത് പറയുമ്പോൾ ക്ലിയർ ആക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ സ്പീഡപ്പ് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിയും ക്യൂവും കൂടിയും 10 അവേഴ്സ്, ക്യൂവും ആറും കൂടിയും 12 അവേഴ്സ്, ആറും പിയും കൂടിയും 15 അവേഴ്സ്. ഇവിടെ ഹവർ എന്ന് എഴുതാൻ മറന്നുണ്ടല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇത്ര സമയം കൊണ്ടാണ് ഇവർ ജോലി ചെയ്ത് തീർക്കുക. അപ്പൊ നമ്മൾ ആദ്യം വർക്ക് എന്താന്ന് കണ്ടുപിടിക്കണം. വർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വർക്ക് എന്ന് പറഞ്ഞത് ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കാണാം. ഇവിടെ 15 വെച്ചിട്ട് നോക്കുമ്പോൾ 15 വലിയ സംഖ്യ, അത് വെച്ച് നോക്കുമ്പോൾ 12 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 10ഉം പറ്റില്ല. 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ അതായത് 30, 30ന് 12 പോവില്ല. അടുത്ത മൾട്ടിപ്പിൾ 45, 45ലും പോവില്ല. സോ അടുത്ത മൾട്ടിപ്പിൾ 60, 60ൽ 12 പോകും. നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തല്ലേ, നമുക്ക് ബയാട്ടായിട്ടുണ്ടാവും. 60ൽ 5 12 ഉണ്ടാവും. 10 60ൽ ഒബ്വിയസ്ലി എന്തായാലും പോകും. അപ്പൊ 60 ആണ് LCM. സോ വർക്ക് നമുക്ക് കിട്ടി.
എന്ത് 60 LCM കിട്ടി. അതായത് വർക്ക് 60 കിട്ടി. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 10 60 ആവണമെന്നുണ്ടെങ്കിൽ 6ഉം 12 60 ആവണമെന്നുണ്ടെങ്കിൽ 5ഉം 15 60 ആവണമെന്നുണ്ടെങ്കിൽ 4ഉം. അതായത് 15ന് 4 കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും. 12ന് 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 60 കിട്ടും. 10ന് 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 60 കിട്ടും. അപ്പൊ നമുക്ക് എഫിഷ്യൻസി കിട്ടി. ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി എത്ര? അപ്പൊ 15. 6ഉം 4ഉം 10ഉം 10ഉം 5ഉം 15. എഫിഷ്യൻസി 15 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതായത് വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ജസ്റ്റ് ഇൻറ്റു 2 കൊടുക്കുക. കാരണം ഇവിടെ 2 പിയും 2 ക്യൂവും 2 ആറും പണിയെടുത്തു കഴിഞ്ഞാലാണ് ഈ സമയം കൊണ്ട് അല്ലെങ്കിൽ ആ വർക്ക് അത്രയും എഫിഷ്യന്റ് ആയിട്ട് തീരുള്ളൂ. ഇവിടെ നമുക്ക് വർക്ക് എടുക്കാൻ വരുന്നതോ 1 പിയും 1 ക്യൂവും 1 ആറും ഉള്ളൂ. അപ്പോൾ അവരുടെ എഫിഷ്യൻസി നേരെ പകുതിയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് നോർമൽ നമ്മൾ എങ്ങനെയാണോ ടൈം കണ്ടുപിടിക്കുക അതേപോലെ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഇൻറ്റു 2 കൊടുത്താൽ മതി. കാരണം 2 പേരെടുക്കുന്ന പണി ഒരാൾ എടുക്കുമ്പോൾ അതിന്റെ ഇരട്ടി സമയം എടുക്കും. സിമ്പിൾ ലോജിക് അല്ലേ? അതായത് 2 പേര് ചേർന്നിട്ട് 10 കല്ലുകൾ പടുത്തു വെക്കുമ്പോൾ അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ 2 പേര് ചെയ്യുന്നതിന്റെ ഇരട്ടി സമയം വേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 60/15 ഇൻറ്റു 2. അപ്പം 60ന് 15 ഇട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ഉം ഇൻറ്റു 2. അപ്പൊ നമുക്ക് 8 ആൻസർ കിട്ടും. ഓക്കെ, ജസീന നേഹ ഒക്കെ പറഞ്ഞ ആൻസർ കറക്റ്റ് ആട്ടോ. ഓക്കെ, അടുത്ത് എക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അടുത്തത് നിങ്ങൾ ചെയ്തു നോക്കാം. എക്ക് 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എ ഒരു ജോലി ചെയ്യാൻ 10 ദിവസം എടുക്കും. ബി അതേ ജോലി ചെയ്യണമെങ്കിലോ 15 ദിവസം വേണ്ടി വരും. ഓക്കെ, അങ്ങനെ എ ജോലിയാണ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 6 ദിവസം കഴിഞ്ഞപ്പം എക്ക് മടി പിടിച്ചിട്ട് എ നിർത്തിക്കൊണ്ട് പോയി. പിന്നെ ബാക്കി ജോലി ബി ഉണ്ട് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും ആ വർക്ക് തീരാൻ? അതായത് എക്ക് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം. അതേ ജോലി ബി ചെയ്യുകയാണെങ്കിൽ 15 ദിവസം വേണ്ടി വരും. അങ്ങനെ എ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു 6 ദിവസം കഴിഞ്ഞപ്പം ബി എ പണി മതിയാക്കിയിട്ട് പോയി. പിന്നെ ബാക്കിയുള്ള ജോലി ബി ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ടോട്ടൽ വർക്ക് എടുത്തിട്ടുണ്ടാവും? അതാണ് ചോദ്യം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. എ 10 ദിവസം ഒരു ജോലി എടുക്കുന്നുണ്ട്. ബി ആണെന്നുണ്ടെങ്കിൽ അതേ ജോലി ചെയ്യാൻ 15 ദിവസം എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ LCM കാണണം. നമ്മൾ ആദ്യം വർക്ക് കിട്ടണമല്ലോ നമുക്ക്. 15 10 പോവില്ല. 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞത് 30 ആണ്. 30ല് 10 പോവും. 15നെ 30 എത്തിക്കാൻ 2ഉം 10നെ 30 എത്തിക്കാൻ 3 കൊണ്ടും ഗുണിക്കണം. അപ്പൊ നമുക്ക് എഫിഷ്യൻസിയും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പിൽ ചെറിയ മാറ്റം. നമ്മൾ ഒരു സ്കെയിൽ വരക്കാൻ പോവാ. ജസ്റ്റ് അതായത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. വർക്ക് എന്നുള്ളത് 30ഉം എഫിഷ്യൻസി എന്നുള്ളത് എൻ്റെത് 3ഉം ബിൻ്റെത് 2ഉം. ഓക്കെ, ഇനി നമ്മൾ സ്കെയിൽ വരക്കാൻ പോവാം. ആകെ വർക്ക് എന്ന് പറഞ്ഞത് 30 ആണ് അല്ലേ? ഇതിൽ എ 6 ദിവസം പണിയെടുത്തിട്ട് എ നിർത്തിയിട്ടുണ്ട്. എന്റെ എഫിഷ്യൻസിയോ 3 ആണ്. 6 ദിവസം വർക്ക് എടുക്കുമ്പോൾ ആദ്യ ദിവസം എ 3 മരം മുറിക്കും. രണ്ടാമത്തെ ദിവസം വീണ്ടും 3 മരം മുറിക്കും. അപ്പൊ 6 ആയി. 6 മരം മുറിച്ചു. മൂന്നാമത്തെ ദിവസം 3 കൂടി മുറിക്കും. അപ്പൊ 9 മരം മുറിച്ചു. നാലാമത്തെ ദിവസം വീണ്ടും അങ്ങനെ
6 ദിവസം കൊണ്ട് എത്ര മരം മുറിക്കും? 18 മരം മുറിക്കും. ഇനി എത്ര ബാക്കി ഉണ്ടാവും? 30ന്ന് 18 പോയി കഴിഞ്ഞാൽ 12 മരങ്ങൾ ഉണ്ടാവും. ഈ 12 മരം ബി മുറിക്കണം. ബിന്റെ എഫിഷ്യൻസി എന്താ? 2ആണ്. അത് ബി ഒരു മരം മുറിക്കണം എന്നുണ്ടെങ്കിൽ 2 മരം മുറിക്കണം എന്നുണ്ടെങ്കിൽ 1 ദിവസം എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12 മരം മുറിക്കണം എന്നുണ്ടെങ്കിൽ ബിക്ക് എത്ര ദിവസം വേണം? 6 ദിവസം വേണം. അപ്പൊ എ ഇവിടെ ആദ്യം ജോലി ആരംഭിച്ചിട്ട് 6 ദിവസം കൊണ്ട് നിർത്തി. ബി ബാക്കി ജോലി തീർക്കാനുള്ള സമയം എത്ര? 6. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആകെ സമയം, അതിൽ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം വേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ദിവസം വേണ്ടി വരും. ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. സ്പീഡ് കുറച്ച് കൂടി പോയാ. ഹലോ, മനസ്സിലായി സർ. റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട, മനസ്സിലായി. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തു. അടുത്തത് ഇതിന്റെ സെയിം ക്വസ്റ്റ്യൻ നേഹയ്ക്ക് 20 ദിവസത്തെ അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് ഒരു തീർക്കാൻ പറ്റും. ആശിം ജോലി ചെയ്യുമ്പോൾ അതേ ജോലി ചെയ്യാൻ 30 ദിവസം വേണ്ടി വരും. നേഹ ജോലി ആരംഭിച്ചിട്ട് 18 ദിവസം കഴിഞ്ഞപ്പോൾ നേഹക്ക് ഭയങ്കര മടിയായി. നേഹ നിർത്തി. ബാക്കി ജോലി ആശിം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ ബാക്കി ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം വേണ്ടി വരും? പാർട്ടിസിപ്പൻസിലുള്ള നേഹയും ചോദ്യത്തിലുള്ള നേഹയും തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടോ. ഞങ്ങൾ തോന്നിയ തികച്ചും സാങ്കല്പികമാണ്. ചോദ്യം നോക്കണം കേട്ടോ. ബാക്കി ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം വേണ്ടി വരുന്നതാണ്. ഓക്കെ, ശരി ഉത്തരാണ്. ഇനി ആർക്കെങ്കിലും സമയം വേണോ ചെയ്തു നോക്കാൻ? വളരെ 40 സെക്കൻഡിലുള്ളൊക്കെ ആൻസർ പറയുന്നുണ്ടല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇത് ചെയ്തു നോക്കണം. നമുക്ക് ചെയ്തു നോക്കാം. റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ആണ്. നേഹയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 20 ദിവസം വേണ്ടി വരും. അതേ ജോലി ആശിമ് ചെയ്യുകയാണെങ്കിൽ 30 ദിവസം എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റത്തെ ടാസ്ക്. വർക്ക് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് LCM കണ്ടുപിടിക്കുക എന്നാണ്. വർക്ക് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ LCM 30ൽ 20 പോകില്ല. അതായത് 30 ആണല്ലോ വലിയ സംഖ്യ. അപ്പൊ നമ്മൾ 30ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുന്നു 60. 60ൽ 20 പോകും. അപ്പൊ 60 ആണ് ഇവിടുത്തെ വർക്ക്. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞത് ആഷിമിന്റെ എഫിഷ്യൻസി 30ന് 60ക്ക് എത്തിക്കണമെങ്കിൽ 2ഉം 20ന് 60ക്ക് എത്തിക്കണമെങ്കിൽ 3ഉം. നേഹയുടെ എഫിഷ്യൻസി 3ഉം ആഷിമിന്റെ എഫിഷ്യൻസി 2ഉമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജോബ് അതായത് വർക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ എഫിഷ്യൻസിയും കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ചോദ്യം എന്താണ്? നേഹ ഒരു ജോലി ആരംഭിച്ചിട്ട് 18 ദിവസത്തിന് ശേഷം നിർത്തിപ്പോയി. അപ്പൊ 18 ദിവസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞത് 60 ആണ്. അത് സ്കെയിൽ ചെയ്യുക. എന്നിട്ട് 18 ദിവസമാണ് നേഹ വർക്ക് ചെയ്തിട്ടുള്ളത്. നേഹ 18 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ജോലി തീരും നോക്കുക. നമുക്ക് നേഹ 18 ദിവസം, നേഹയുടെ എഫിഷ്യൻസി 3ആണ്. സോ ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 54 ജോലി തീർന്നിട്ടുണ്ടാവും. ബാക്കി 6 ജോലി തീരാണ്ടാവുള്ളൂ അല്ലെ? 60 ജോലി അല്ലെങ്കിൽ 60 മരം മുറിക്കാണ്ട് അതിൽ 54 മരം മുറിച്ചത് നേഹയാണ്. ബാക്കിയുള്ളത് 6 മരങ്ങൾ മുറിക്കാനാണ്.
ആഷിമിന്റെ എഫിഷ്യൻസി എന്താ? 2 2 എഫിഷ്യൻസി ഉള്ള ആള്, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് 2 മരം മുറിക്കുന്ന ആള് 6 മരം മുറിക്കാൻ അയാൾക്ക് എത്ര സമയം വേണ്ടി വരും? 3 ദിവസം മതിയാവില്ല. അതായത് 6/2 പറയുമ്പോൾ 3 ആൻസർ കിട്ടും. 3 ആണ് ആഷിം ബാക്കി ജോലി പൂർത്തിയാക്കാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ വെറും 3 ദിവസമാണ്. ഓക്കെ അല്ലേ? അത് ഓക്കെയാണ്. താങ്ക് യു. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കൂ. ഇതില് 2 ആൻസർ പറഞ്ഞു തരണേ. ഒന്ന് വൈ എത്ര ദിവസം ജോലി ചെയ്തു എന്നും പറയണം. വൈ ഒറ്റക്കാണെങ്കിൽ വൈ ഒറ്റക്ക് ചെയ്തതും പറയണേ. അങ്ങനെ 2 രീതിയിൽ ചോദിക്കാം. ഒറ്റക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസറും, വൈ ആകെ ചെയ്ത ജോലിയും വ്യത്യാസം ഉണ്ടാവും. അത് ചോദ്യം ഒന്ന് വായിച്ചു. ഓക്കെ, ഒരു ആൻസർ അതാണ്. ഇനി വൈ ആകെ ടോട്ടല് വൈ എത്ര വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാല് വൈ ഒറ്റയ്ക്ക് ചെയ്തത് ഓക്കെയാണ്. വൈ ടോട്ടല് മൊത്തം വൈ എത്ര വർക്ക് എടുത്തെന്നും കൂടി. സത്യം പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ക്ലൂ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. എക്സ് 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. വൈ ആണെന്നുണ്ടെങ്കിൽ അതേ ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് ജോലി കണ്ട് തുടങ്ങി. 5 ദിവസം ഒന്നിച്ച് ഇങ്ങനെ ജോലി ചെയ്തു. അങ്ങനെ 5-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എക്സ് എന്ത് ചെയ്തു? പണി നിർത്തിപ്പോയി. അതന്നെ റൈറ്റ് ആൻസർ ആട്ടോ അത്. വൈ ഒറ്റയ്ക്ക് അതേ ജോലി ചെയ്ത് പൂർത്തിയാക്കി. എത്ര ദിവസം ജോലി ചെയ്യണം? അതായത് വൈ എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, വൈ ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. എക്സ് 10 ദിവസം, വൈ 20 ദിവസം. ഇതിന്റെ LCM നമുക്ക് ഈസിയാണ്, കാരണം 20 ആണല്ലോ. 20 എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 എന്തായാലും പോകും. അപ്പം 20 ആണ് അതിന്റെ LCM, അതായത് അതിന്റെ വർക്ക് എന്ന് പറഞ്ഞത്. ടോട്ടൽ വർക്ക് 20 ആണ്. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 20-നെ 20 ആക്കാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10-നെ 20 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും കൂടി എഫിഷ്യൻസി എന്ന് പറഞ്ഞത് 3-ഉം ഓരോരുത്തരുടെ എഫിഷ്യൻസി 2-ഉം 1-ഉം ആണ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ 5 ദിവസം രണ്ടുപേരും കൂടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ടോട്ടല് ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞത് 20-ഉം, ആദ്യത്തെ 5 ദിവസം രണ്ടുപേരും കൂടി ജോലി ചെയ്യാച്ചാല് ആദ്യത്തെ 5 days രണ്ടുപേരും കൂടി, അതായത് എക്സും വൈയും കൂടിയാണ് ജോലി ചെയ്യുന്നത്. എക്സും വൈയും കൂടിയാണ് ആദ്യത്തെ 5 ദിവസം ജോലി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെയും കൂടി എഫിഷ്യൻസി, അത് എക്സിന്റെയും വൈന്റെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞത് എത്ര? 3 ആണ്. അതായത് ഇവിടുത്തെ 2-ഉം ഇവിടുത്തെ 1-ഉം 3 ആണ് എഫിഷ്യൻസി. അപ്പൊ 5 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം 3 മരം മുറിക്കും. അങ്ങനെയാണെങ്കിൽ 5 ദിവസം കൊണ്ട് 15 മരം മുറിക്കും, എക്സും വൈയും കൂടി.
അങ്ങനെ ആകെ 20 മരങ്ങളുള്ളതിൽ 15 മരം എക്സും വൈയും കൂടി മുറിച്ച് ആദ്യത്തെ 5 ദിവസം കൊണ്ട്. ഓക്കെ, പിന്നെ ബാക്കി ഉണ്ടാവുക വെറും 5 മരം മുറിക്കാനാണ്. 5 മരം മുറിക്കാൻ ഒരു എഫിഷ്യൻസി ഉള്ള, അതായത് 5 മരം മുറിക്കാൻ ഒരു എഫിഷ്യൻസി ഉള്ള വൈക്ക് എത്ര സമയം വേണ്ടി വരും? 5/1 5 തന്നെ. അപ്പൊ ആദ്യത്തെ ദിവസം ഇവര് എന്ത് ചെയ്തു? എക്സും വൈയും കൂടി 5 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ 15 മരങ്ങൾ മുറിച്ചു. പിന്നെ ബാലൻസ് ഉള്ള 5 മരങ്ങൾ മുറിക്കാൻ വൈക്ക് 5 ദിവസം വേണ്ടി വന്നു. അപ്പൊ വൈ ഒറ്റക്ക് ചെയ്തത് 5 ദിവസവും 5 ദിവസവും ഒറ്റക്ക് വർക്ക് എടുത്തു. ഇനി എക്സും വൈയും കൂടി ചെയ്തത് 5 ദിവസവും. അപ്പൊ വൈ ഫുള്ള് വർക്ക് എടുത്തത് 5ഉം + 5ഉം 10ഉം. വൈ ഒറ്റക്ക് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5ഉം. ക്വസ്റ്റ്യൻ ഞാൻ മനസ്സിലായി വിചാരിക്കുന്നു എല്ലാവർക്കും. കറക്റ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. ഒന്ന് വേഗം ചെയ്ത് നോക്കെ. നിങ്ങൾ ചെയ്ത് നോക്കെ, ഇത് ഡിസ്കസ് ചെയ്ത ഈസി ക്വസ്റ്റ്യൻ. ഹിബ 30 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും, ബാബു 20 ദിവസം കൊണ്ട് ചെയ്യും. അവർ ഒന്നിച്ച് ജോലി തുടങ്ങി. അവർ ജോലി പൂർത്തിയാക്കാൻ 5 ദിവസം ബാക്കി നിൽക്കെ ഹിബ ജോലി നിർത്തി. എത്ര ദിവസം അവർ ഒരുമിച്ച് ജോലി ചെയ്തു? അതുകൊണ്ട് തന്നെ അത് കുറഞ്ഞ സ്റ്റെപ്പിൽ തീരും എന്നാണ്. നേരത്തെ നമ്മൾ ചെയ്ത അത്ര ടഫ് ഉണ്ടാവില്ല ക്വസ്റ്റ്യൻ ചെയ്യാൻ. യെസ്, കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണല്ലോ. ഓക്കെ, നമുക്കൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. കുറച്ച് പറയണ്ടോ? A can do a piece of work in 9 days and B can do the same in 15 days. അതായത് എ ഒരു വർക്ക് 9 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കും. ബി ആണെന്നുണ്ടെങ്കിലോ 15 ദിവസം എടുക്കും ആ ജോലി ചെയ്യാൻ. എ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ദേ വിൽ വർക്ക് ഇൻ ആൾട്ടർനേറ്റ് ഡേറ്റ്സ്. അതായത് ഇന്ന് എ സ്റ്റാർട്ട് ചെയ്തു, നാളെ ബി, മറ്റേന്ന് വീണ്ടും എ, അത് കഴിഞ്ഞാൽ പിന്നെ ബി, അങ്ങനെ ഒരു ദിവസം എ ചെയ്ത പിറ്റേ ദിവസം ബി ചെയ്യും. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ആവുന്നതാണ്? നിങ്ങളൊന്ന് ചെയ്തു നോക്കുക വേഗം. ഒരു 30 സെക്കൻഡ് ടൈം വരാം. അല്ല, കുറച്ച് ചെറിയൊരു തെറ്റുണ്ട്. അതിന്റെ അടുത്ത് തന്നെയാണ്. ഒന്നുകൂടി നോക്ക്, അല്ലെങ്കിൽ നമുക്ക് ചെയ്തു നോക്കണം. ഓക്കെ, എടുത്ത് ടൈം കളയണ്ടല്ലോ. ഓക്കെ, I can do a piece of work in 9 days. എന്റെ സമയം എന്ന് പറഞ്ഞത് 9 days ആണ്. ബി ആണെന്നുണ്ടെങ്കിലോ 15 ദിവസം. അപ്പൊ നമ്മൾ എന്താ ആദ്യം കാണേണ്ടത്? ഇവരുടെ വർക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതാണല്ലോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഭവം. വർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. വർക്ക് കണ്ടുപിടിക്കുക പറയുമ്പോ 15ൽ 9 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്ത മൾട്ടിപ്പിൾ 30. 30ൽ 9 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് കഴിഞ്ഞാൽ 45. 45ൽ പറ്റും. 45ൽ 15നെ 45ക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
9ന് 45 എത്തിക്കണം എന്നുണ്ടെങ്കിൽ 5 കൊണ്ടും. അപ്പൊ നമുക്ക് രണ്ട് സാധനം ഇവിടുന്ന് ടേക്ക് അവേ കിട്ടി. എന്ത്? ഒന്ന് 45, അതായത് വർക്ക് കിട്ടി 45. പിന്നെ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട് 5ഉം 3ഉം. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുക. 45 വർക്കും അതേപോലെ എഫിഷ്യൻസി എന്റെ എഫിഷ്യൻസി 5ഉം ബിന്റെ എഫിഷ്യൻസി 3ഉമാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒന്നാമത്തെ ദിവസം അത് ഡേ 1 എത്ര വർക്ക് എടുക്കും? ഡേ 1 വർക്ക് എടുക്കുക എന്ന് പറഞ്ഞത് 5 മരം മുറിക്കും. പിന്നെ ബി ആണെന്നുണ്ടെങ്കിൽ ഡേ 1 ലീവാ. പിന്നെ വരിക ഡേ 2 ബി. ഡേ 2 ബി വരും, 3 മരം മുറിക്കും. നമുക്ക് ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു സിനാരിയോ ഫോം ചെയ്യാം. ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇനി അടുത്തത് എ ആണല്ലോ മുറിക്കുക 5. അപ്പൊ നമുക്കൊരു ഇത് പറയാം. 2 ദിവസം കൊണ്ട് എയും ബിയും കൂടിയും 8 മരങ്ങൾ മുറിച്ചു. ഓക്കെ, 2 ദിവസം കൊണ്ട് എയും ബിയും 8 മരങ്ങൾ മുറിച്ചു. ഒന്നാമത്തെ ദിവസം എ 5 മരം, രണ്ടാമത്തെ ദിവസം ബി 3 മരം. അങ്ങനെ അപ്പൊ നമുക്ക് പറയാം ആദ്യം 2 എന്ത് ചെയ്തു? 2 പേരും കൂടിയും 8 മരം മുറിച്ചു. അടുത്ത രണ്ടാമത്തെ 2 ദിവസം 2 പേരും കൂടിയും 16 മരം മുറിച്ചു. അടുത്ത 2 ദിവസം വീണ്ടും കൂട്ടിയിട്ട് 24 മരങ്ങൾ മുറിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും 8 കൂട്ടിയിട്ട് 32 മരങ്ങൾ മുറിച്ചു. അടുത്ത 2 ദിവസം കൊണ്ട് 40 മരം മുറിച്ചു 8 കൂട്ടിയിട്ട്. അടുത്ത ദിവസം മുറിക്കാൻ 8 മരം, അടുത്ത 2 ദിവസത്തിനുള്ള മരങ്ങൾ ഇനി അവിടെ ഇരിക്കുക. ഇനി 5 മരങ്ങൾ ബാക്കിയുള്ളൂ. 5 മരങ്ങൾ ബാക്കിയുള്ളൂ. അപ്പൊ അത് എ ഇനി അടുത്ത ദിവസം മുറിക്കുക. ഒബ്വിയസ്ലി എ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അടുത്തത് എ മുറിക്കും. എ മുറിക്കുക പറയുമ്പോ 5 മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാല് എന്റെ ഒരു ദിവസവും പിന്നെ ഇവിടെ 1 2 3 4 5 5 2 5 2 10 പ്ലസ് 1 11 ദിവസം വേണം ടോട്ടൽ ഈ വർക്ക് കംപ്ലീറ്റ് ആവാൻ. ഇതിന് ഷോർട്ട് ഫോം എന്ന് പറയാൻ ഈ ഒരു മെത്തേഡേ ഉള്ളൂ. ഇത് ചെറിയ കണക്കുകൾ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കൂടുതൽ. കണ്ടിട്ടുള്ളൂ, അങ്ങനെ ചോദിച്ചാണല്ലോ. ഇതൊരു ഡിഗ്രി ഫിലിംസിന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും കൂടി പറയാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് എ ഒരു വർക്ക് ചെയ്യാൻ 9 ദിവസം, ബി അതേ വർക്ക് ചെയ്യാൻ 15 ദിവസം എടുക്കും. അങ്ങനെയെങ്കിൽ ഇവരെ വർക്ക് എന്ന് പറഞ്ഞത് 9ന്റെയും 15ന്റെയും LCM കണ്ടിട്ട് അതാവും എന്ത് ഇവരുടെ വർക്ക് എന്ന് പറഞ്ഞത്. 9ന്റെയും 15 LCM നമ്മൾ നേരത്തെ കണ്ട് 45 നമുക്ക് കിട്ടി. 45 415 അല്ലേ? 45 15 45 ആവണമെങ്കിൽ 3 മൾട്ടിപ്ലൈ ചെയ്യണം. 9 45 ആവണമെങ്കിൽ 5 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, പിന്നെ ഇവരുടെ എഫിഷ്യൻസി പറഞ്ഞപ്പോ എന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് 5ഉം ബിന്റെ എഫിഷ്യൻസി 3ഉമാണ്. അപ്പോ ഒന്നാമത്തെ ദിവസം എ 5 മരം മുറിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ബി 3 മരം മുറിക്കും. ഇവിടെ ഒന്നാമത്തെ ദിവസം, ഇവിടെ രണ്ടാമത്തെ ദിവസം ബി 3. പിന്നെ അടുത്ത മൂന്നാമത്തെ ദിവസം വരുമ്പോൾ എ വീണ്ടും 5 മരം മുറിക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ഈ ഒരു ഇത് ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ സിനാരിയോ കിട്ടി ആദ്യത്തെ 2 ദിവസം കൊണ്ട് 8 മരം മുറിക്കും. അപ്പൊ നമ്മള് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് 2 ദിവസം കൊണ്ട് 8 മരം, 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത 2 ദിവസം കൊണ്ട് 2 ഉണ്ടല്ലോ. അപ്പൊ അടുത്ത 4 ദിവസം കൊണ്ട് എന്തായി? 16 മരങ്ങള്. പിന്നെ 6 ദിവസം കൊണ്ട് അപ്പൊ അടുത്ത 8ഉം കൂടി കൂട്ടിയ 24 മരങ്ങള്. 8 ദിവസം കൊണ്ട് 32 മരങ്ങൾ മുറിക്കും. 10 ദിവസം കൊണ്ട് 40 മരം മുറിക്കും. പിന്നെ 5 മരങ്ങളേ ഉള്ളൂ. 40 45 ആണല്ലോ വർക്ക്. അപ്പൊ ആ 5 മരം മുറിക്കാൻ ഏക ഒരു ദിവസം മതി. അത് കൂട്ടിക്കഴിഞ്ഞാൽ 11 ദിവസം കൊണ്ട് വർക്ക് തീരും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് 11 ആവും. ഇനി റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഹലോ, കിട്ടി. ഓക്കെ. ഇനി കുറച്ച് ഐ തിങ്ക് കുറച്ച് PYQs ആയിരിക്കും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി. കാരണം ആൻസേഴ്സ് അതിന്റെ അടുത്ത സ്ലൈഡിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി.
നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്താലെന്നാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടാ കേട്ടോ PYQs. ഹലോ, ഓക്കെ സർ. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. ഓക്കെ.